ഹായ് ഹലോ വെൽക്കം ടു J2 മീഡിയ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കൽക്കി സിനിമയുടെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ കൽക്കി സിനിമയ്ക്ക് ഒരുപാട് വാനോളം പ്രതീക്ഷയുണ്ടായിരുന്നു. ഒന്നുമല്ല, ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കി ഇറക്കുന്ന ഒരു സിനിമ എന്ന ഖ്യാതി സിനിമയ്ക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഹോളിവുഡ് സിനിമ, അതായത് ഇംഗ്ലീഷ് നിലവാരത്തിലുള്ള സിനിമയെ കവച്ചു വെക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സിനിമയെ വിസ്മയമായിട്ട് ഒരു സിനിമ മാറും എന്നുള്ളത് ഏവരും വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് കൽക്കി സിനിമ ഇന്ന് റിലീസായിരിക്കുമായിരുന്നു. എന്തായാലും ഞാൻ 9 മണിക്കത്തെ ഷോ കണ്ടതിന് ശേഷമുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്നുള്ളതും കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും തന്നെയും കൽക്കി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹാഭാരതവും അതുകൂടാതെ 6000 വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഉണ്ടായതിനു ശേഷം മറ്റൊരു ദൈവത്തിൻ്റെ ഒരു ഉദവി അല്ലെങ്കിൽ മറ്റൊരു ദൈവം ഉണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ മഹാഭാരതവും പിന്നെ ടെക്നോളജിയൊക്കെ ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് പോയി. 6000 വർഷങ്ങൾക്ക് ശേഷം 2898 അങ്ങനെ എന്തോ ആണ് കാണിക്കുന്നത്. എന്തായാലും അത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല വിഷ്വൽ ട്രീറ്റായിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും തന്നെയും ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്, നമുക്കറിയാം വറ്റി വരേണ്ട ഒരു പ്രദേശം, ജനസംഖ്യയൊക്കെ വളരെ കുറവുള്ള ഒരു നാട്ടിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു. അവിടെ വെള്ളത്തിൻ്റെതായ ഗംഗാ നദി പോലും വറ്റി വരണ്ട് വേറൊരു ലോകത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദുഷ്ടശക്തികളെല്ലാം കൂടെ നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേറൊരു ലോകമായിട്ടുണ്ടാക്കി എടുത്തതിന് ശേഷം അവിടെ നല്ല സുഖിച്ച് ജീവിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെല്ലാം വൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടുന്നതും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദൈവത്തിൻ്റെ ജനനം ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് അങ്ങോട്ട് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. എന്തായാലും തന്നെ അധികം പറഞ്ഞ് കുളവാകുന്നില്ല. എന്തായാലും സിനിമയ്ക്ക് നല്ലൊരു കാതലായ ഒരു കഥയും അതുപോലെ തന്നെ കാമ്പുള്ള വിഷ്വൽ ട്രീറ്റും നമുക്ക് തരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. എന്തായാലും തന്നെയും ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് പെർഫോമേഴ്സായിട്ട് ഇപ്പം ദീപിക പദിക്കോണൊക്കെ പ്രധാന കഥാപാത്രമാണ്. അതുകൂടാതെ മലയാളത്തിൽ നിന്നും ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ, അതുകൂടാതെ ശോഭന ആയിക്കോട്ടെ, നമ്മുടെ പശുപതി ആയിക്കോട്ടെ, അന്നാബെൻ ആയിക്കോട്ടെ, അങ്ങനെ ഒട്ടനവധി മലയാളി താരനിര കൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധമാണ്. ഇത്രയും വലിയൊരു സിനിമയിൽ മലയാളികൾ ഇത്രയധികം പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഘോഷിക്കാം, ആമോദിക്കാം. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അകത്ത് അമിതാഭ് ബച്ചൻ്റെയും പ്രഭാസിൻ്റെയും ഒരു ക്യാരക്ടർ, എൻ്റെ അമ്മ, ഇതിൻ്റെ അകത്ത് ആ പ്രായമായ ബിലാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. അമിതാഭ് ബച്ചൻ ഇത്രയും പ്രായമായിട്ടും ആ സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷമില്ല, മാരക പെർഫോമൻസ് തന്നെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നെ ഞെട്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ ആണെന്ന് തന്നെ പറയാം. അത്യാവസാനം ചിരഞ്ജീവിയുടെ ആ മഹാഭാരത യുദ്ധം തൊട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അഴിഞ്ഞാടുവാണ്. എന്തായാലും തന്നെയും ഒരു ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന തരത്തിലേക്ക് ഒട്ടനവധി പ്രഭാസ് ആയിക്കോട്ടെ, ഒട്ടനവധി താരനിരകൾ തന്നെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ വിജയ് ദേവരക്കൊണ്ട, അങ്ങനെ ഒട്ടനവധി പേര് പറയാൻ പോലും അറിയത്തില്ല, അത്രയ്ക്കും. എന്തായാലും നാഗ് അശ്വിൻ്റെ ആ ഒരു വിഷ്വൽ ട്രീറ്റിൽ നമ്മൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമാകുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. എന്തായാലും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് പറയാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഇച്ചിരി 3 മണിക്കൂറിലധികമായി എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അതൊന്നും നമുക്ക് നെഗറ്റീവായിട്ട് തോന്നേണ്ട കാര്യമില്ല. ഒരു നിമിഷം പോലും നമുക്ക് ഒരു ലാഗോ മറ്റു കാര്യങ്ങളോ കൊണ്ട് നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. സിനിമ വളരെ എൻഗേജിങ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് നിലവാരത്തിലേക്ക് നമ്മളുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു കുതിച്ചുചാട്ടം, ഇത് ചിലപ്പം ലോകോത്തര സിനിമയിൽ തന്നെ വലിയൊരു ചരിത്ര നേട്ടത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റു ഭാഷക്കാരെല്ലാം, ഇംഗ്ലീഷ് ഭാഷക്കാരായാലും കൊറിയൻ, ജപ്പാനീസ്, അങ്ങനെ ബാക്കി എല്ലാ ഭാഷകളിലും നമ്മളുടെ ഇന്ത്യൻ മഹാഭാരത യുദ്ധത്തെയും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയും അംഗീകരിക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് ഈ കൽക്കി സിനിമയെ മൊത്തത്തിൽ നോക്കുമ്പം വിഷ്വൽ ട്രീറ്റ് ഉണ്ടായാലും വളരെ 600 കോടി രൂപ മാത്രം ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു സമ്മാനം തന്നെ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ഈ നാഗ് അശ്വിൻ എന്ന് പറയുന്ന സംവിധായകൻ. ബ്രില്യൻ്റ് ഡയറക്ടർ, എൻ്റെ പൊന്ന്, ഒരു രക്ഷയുമില്ല. ഇങ്ങനെയൊക്കെ എവിടെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും മാരക ഐറ്റം തന്നെ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ അനുഭവിക്കാനായിട്ട് 600 കോടിയുടെ സാധനമല്ല, 1000 കോടി രൂപയുടെ മുതൽ മുടക്ക് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എഡിറ്റിങ്ങിലായാലും അങ്ങനെ പലതരത്തിൽ
ഗ്രാഫിക്സ്, ഡിസൈന്, ഇതിന്റെ സംവിധാനം, കഥ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ 100 മാർക്ക് കൊടുത്ത് നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത സിനിമ ഹോളിവുഡ് നിലവാരത്തിലേക്ക്, ഇംഗ്ലീഷ് സിനിമ എങ്ങനെ നമുക്ക് ഒരു മടുപ്പില്ലാതെ നല്ല വിഷ്വൽ ട്രീറ്റിൽ കണ്ടിറങ്ങിയോ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് ഇന്ത്യൻ സിനിമയിൽ ഒരു സിനിമ ഉണ്ടായിരിക്കുന്നു. അതാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ. എന്തായാലും രണ്ടാം ഭാഗത്തിനായിട്ട് ഒരുപാട് വികാസങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കമൽഹാസന്റെ ആ രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു വരവിനായിട്ട് ഒന്നൊന്നര സംഭവ ബഹുലമായിട്ടുള്ള ഒരു എൻഡിങ് സിനിമയ്ക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി രണ്ടാം ഭാഗത്തിനായിട്ട് ആ കമൽഹാസന്റെ പെർഫോമൻസും കൂടെ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം തന്നെ അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു മാരക ഐറ്റം ഉണ്ട് എൻഡിങ്ങിൽ. അത് ഇനി സെക്കൻഡ് പാർട്ടിലും കൂടെ കാണാനായിട്ട് വളരെയധികം വെയിറ്റിംഗിലാണെന്നുള്ളത് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. എന്തായാലും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വളരെ പ്രശംസയുടെ മുൾമുനയിലേക്ക് അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലേക്ക് മാറുന്ന ഒരു സിനിമയായിട്ട് കൽക്കി മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. എനിക്കും യാതൊരു സംശയമില്ല. നിങ്ങൾ പേഴ്സണലി സിനിമ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതും കമന്റായി രേഖപ്പെടുത്തുക. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കൂ. നല്ല വിഷ്വൽ ട്രീറ്റ്, ഒരു ഇന്ത്യൻ മഹാവിസ്മയം കാണാനായിട്ട് പോകാം. ബൈ ബൈ.